നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. മോഹൻലാലിനെ നായകനാക്കി മേജർ രവി രചനയും സംവിധാനവും നിർവഹിക്കുന്ന 1971 ബിയോണ്ട് ദി ബോർഡർ ഏപ്രിൽ ആദ്യവാരം എത്തുകയാണ്. രാജസ്ഥാൻ, ജോർജിയ, പാലക്കാട് എന്നീ ലൊക്കേഷനുകളിൽ ചിത്രീകരിച്ച സിനിമ സൈനികന്റെ വ്യക്തിജീവിതവും യുദ്ധമുഖവുമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ജോർജിയയിലും രാജസ്ഥാനിലും ചിത്രീകരിച്ച യുദ്ധരംഗങ്ങളാണ് സിനിമയുടെ ഹൈലൈറ്റ്. ഒറിജിനൽ ടാങ്ക് ഉപയോഗിച്ച് ചിത്രീകരിച്ച യുദ്ധരംഗം സിനിമയുടെ പ്രധാന ആകർഷണമാണെന്ന് മോഹൻലാൽ പറയുന്നു. നമ്മുടെ സിനിമകളിൽ പ്രേക്ഷകർ ഇതുവരെ ടാങ്കുകൾ ഉപയോഗിച്ചുള്ള യുദ്ധം കണ്ടിട്ടില്ല. 1971 ബിയോണ്ട് ദ ബോർഡേഴ്സിന്റെ മുഖ്യ ആകർഷകങ്ങളിലൊന്ന് ഇതാണ്. യുദ്ധമേഖലയിലെ തന്ത്രപ്രധാന നീക്കങ്ങളാണ് സിനിമയിലുള്ളത്. വൈകാരികവും ആകർഷകവുമായ കഥയുടെ ഭാഗമാണ് ഇവയെല്ലാം. സിനിമയിൽ പല വാഹനങ്ങൾ ഞാൻ ഓടിക്കുന്നതായി ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് മോഹൻലാൽ പറയുന്നു. എയർക്രാഫ്റ്റ് ഉപയോഗിക്കുന്ന രംഗങ്ങൾ പോലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ യുദ്ധരംഗത്ത് ഒരു ടാങ്ക് ഓടിക്കുന്നത് ആദ്യമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥ ടാങ്ക് തന്നെയാണ് ചിത്രീകരണത്തിന് ഉപയോഗിച്ചതും. ആദ്യമായി ടാങ്ക് ഓടിച്ചതും ഒരു ത്രില്ലിംഗ് അനുഭവമാണ്. കീർത്തിചക്രയും കുരുക്ഷേത്രയും യുവാക്കളെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു. കഴിഞ്ഞ നവംബറിൽ രാജസ്ഥാനിലെ മഹാജനിൽ ആർമി ക്യാമ്പിലെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തിരുന്നു. കീർത്തിചക്രയാണ് സൈന്യത്തിൽ ചേരാൻ പ്രേരണയായതെന്ന് ഇപ്പോൾ ക്യാപ്റ്റൻ പദവിയിലുള്ള ഒരാൾ അവിടെ വെച്ച് തന്നോട് പറഞ്ഞുവെന്നും മോഹൻലാൽ പറയുന്നു. കേണൽ മഹാദേവനായും പിതാവ് മേജർ സഹദേവനായും മോഹൻലാൽ ഡബിൾ റോളിലാണ് ചിത്രത്തിലെത്തുന്നത്. UN ദൗത്യസേനയിലുള്ള മേജർ മഹാദേവന്റെ ജീവിതമാണ് ജോർജിയയിൽ ചിത്രീകരിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൗത്യത്തിന്റെ ഭാഗമായാണ് കേണൽ മഹാദേവൻ ജോർജിയയിലെത്തുന്നത്. ജോർജിയ കൂടാതെ രാജസ്ഥാൻ, കശ്മീർ, പഞ്ചാബ്, പാലക്കാട്, കൊച്ചി എന്നിവിടങ്ങളിലും സിനിമ ചിത്രീകരിച്ചു. 1971 ഇന്ത്യ പാക് യുദ്ധകാലത്ത് നടന്ന യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ആക്ഷൻ ഡ്രാമ സ്വഭാവത്തിലുള്ള സിനിമയിൽ തെലുങ്ക് താരം അല്ലു സിരീഷ്, അരുണോദയ് സിംഗ്, പ്രിയങ്ക ചൗധരി, സമുദ്രകനി, രഞ്ജി പണിക്കർ, സുധീർ കരമന, സൈജു കുറുപ്പ് എന്നിവരും അഭിനേതാക്കളാണ്. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.